അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ പകപ്പോടെ അവളെ നോക്കി. അപ്പോൾ അവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് അവന് മനസ്സിലായി. അവർ ഊഹിച്ചത് ശരിയാണെന്ന് അവന് തോന്നി. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതായിരുന്നു അവൻ. പെൺകുട്ടികൾക്കെല്ലാം അവനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അവൻ്റെ സംസാര രീതികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നതുകൊണ്ട് എല്ലാവർക്കും അവനെ ഇഷ്ടമായിരുന്നു. അങ്ങനെ അവരോട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അവൻ്റെ ഫോണിൽ ഞാൻ സിദ്ധിയുടെ ഫോട്ടോ കണ്ടത്. അന്ന് ഞാൻ സംശയത്തോടെ അവനോട് അവളെപ്പറ്റി ചോദിച്ചു. അങ്ങനെയാണ് അവൾ അവൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളാണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അവൻ്റെ സംസാരത്തിൽ നിന്നും അവളോടൊരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ആ താല്പര്യം അവളുടെ ശരീരത്തോട് മാത്രമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ അവനോട് അവൾ എൻ്റെ കോളേജിലാണ് പഠിക്കുന്നതെന്നും അവൾക്ക് നിന്നോടൊരു താല്പര്യമുണ്ടെന്നും ഉള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് അവൻ മറ്റൊന്നും എന്നോട് അതിനെപ്പറ്റി സംസാരിച്ചില്ല, മോളി കേട്ടതല്ലാതെ. അതിനുശേഷം ഒരു ദിവസം അവൻ തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തു. അവൻ പറഞ്ഞത് അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്ന് സിദ്ധി തന്നെ അവനോട് തുറന്നു പറഞ്ഞു എന്നാ. അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. നിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പോസസീവായി. എനിക്ക് നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം ഞാൻ റിനോഷിനോട് അറിയിച്ചു. അവന് അവളോടൊരു താല്പര്യമുണ്ടെന്നതും എനിക്ക് നിന്നോടുള്ള ഇഷ്ടവും ഞങ്ങൾ പരസ്പരം പറഞ്ഞു. ഒരു കാരണവശാലും അവളെ നിന്നിലേക്ക് അടുപ്പിക്കരുതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ടാണ് കോളേജിൽ വെച്ച് ഞാൻ പലതവണ അവളെ എതിർക്കുകയും അവൾ നിന്നെ നോക്കുന്നത് കൂടി ഞാൻ തടുക്കുകയൊക്കെ ചെയ്തത്. അവൾ പറഞ്ഞു നിർത്തി. പിന്നെ സിദ്ധിക്ക് എന്താ സംഭവിച്ചത്? അവൾ എങ്ങനെയാണ് മരിച്ചത്? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അതെനിക്കറിയില്ല, സത്യമായിട്ട് അതെനിക്കറിയില്ല. എൻ്റെ അമ്മ സത്യ, എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. പിന്നീട് എല്ലാവരും അറിഞ്ഞപ്പോൾ തന്നെ ഞാനും സിദ്ധിയുടെ മരണത്തെപ്പറ്റി അറിഞ്ഞത്. അന്ന് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ മുൻപിൽ നിന്ന് പറഞ്ഞു. മരിക്കുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അത് നിനക്കറിയോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അറിയായിരുന്നു. റിനോഷിന് ഇതിൽ പങ്കുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അവൻ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. അത് കേട്ട് അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ പേര് പറഞ്ഞപ്പോൾ നീ എന്തിനാ ഞെട്ടുന്നത്? സത്യം പറയണം, അവന് സിദ്ധിയുടെ മരണത്തിൽ പങ്കുണ്ടോ? അവൻ വീണ്ടും ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അത് സിദ്ധി പ്രഗ്നൻ്റ് ആയത് അവൻ കാരണമാണ്. അവന് അവളെ അത് മാത്രമേ എനിക്കറിയുള്ളൂ. അതൊരിക്കൽ അവൻ വിളിച്ചപ്പോൾ പറഞ്ഞതാ. അവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായിട്ടുള്ള പെണ്ണ് അവളാണെന്ന്. അവളുടെ കൂടെ അവൻ കിടക്ക പങ്കിട്ടിട്ടുണ്ടെന്ന് ഒരിക്കൽ അവൻ തന്നെ എന്നോട് പറഞ്ഞത്. അവൾ പറഞ്ഞതും അവൻ ഒന്നും മിണ്ടാതെ അവളെ നോക്കി. സോറി അശ്വിൻ, ഞാനിത് പറഞ്ഞെന്ന് അവൻ അറിയരുത്. അതെന്താ അവൻ അറിഞ്ഞാ? അവൻ സംശയത്തോടെ ചോദിച്ചു. അവനെന്നെ കൊന്നുകളയും. പ്ലീസ് അവനോട് പറയരുത്. ഞാൻ പറഞ്ഞു ഒന്നും അവൻ അറിയാൻ പാടില്ല. ഞാൻ നിൻ്റെ കാല് പിടിക്കാം. ഞാൻ ഒരിക്കലും നിന്നെ ശല്യം ചെയ്യാൻ വരില്ല. അവനോട് പറയരുത്. എനിക്ക് മറ്റൊന്നും അറിയില്ല. സിദ്ധിയുടെ മരണത്തിൽ എനിക്ക് പങ്കില്ല. അവൻ പറഞ്ഞിട്ടാ സിദ്ധു സാറിനോട് ഞാൻ അങ്ങനെയൊക്കെ നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്. എല്ലാം അവൻ പറഞ്ഞിട്ടാ. അവൾ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ശരി, നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അവനോട് പറയില്ല. പക്ഷെ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. നീ ഇത്രയൊക്കെ ചെയ്തതിൻ്റെ പ്രായശ്ചിത്തമാണെന്ന് കൂട്ടിയാൽ മതി. എന്താ, ചെയ്യില്ലേ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും ഒന്നും ആലോചിക്കാതെ തന്നെ അവൾ തലയാട്ടി. സിദ്ധിക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് നീ തന്നെ അവനോട് ചോദിച്ചു മനസ്സിലാക്കണം. അതവൻ പറയില്ല. ഞാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്ക് 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, റിനോഷ് എങ്ങനെയാണ് സിദ്ധിയുമായിട്ട് ബന്ധമുണ്ടായത്? ബലമായിട്ടാണോ അല്ല അവൻ ചതിച്ചതാണോ എന്ന്. 2, അവൾക്കുണ്ടായ ആക്സിഡൻറ്റ് അവനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നീ തന്നെ അവനിൽ നിന്നും ചോദിച്ചറിയണം. വെറുതെ ചോദിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അത് റെക്കോർഡ് ചെയ്തിട്ട് തെളിവ് സഹിതം എൻ്റെ കയ്യിലെത്തിക്കണം. മറിച്ച് ഞാനിപ്പോൾ ചോദിച്ചതൊക്കെ നീ ചെന്ന് അവനോട് പറഞ്ഞ് ഞങ്ങളെ ചതിക്കാൻ ശ്രമിച്ചാൽ നിനക്കുള്ള ശിക്ഷ എന്താണെന്ന് പിന്നെ ഞങ്ങൾ തീരുമാനിക്കും. അവൻ പറഞ്ഞതും അവൾ വേണ്ടാന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. എന്നെ വെറുതെ വിടണം അശ്വിൻ. ഞാൻ ഏത് കോടതി വേണമെങ്കിലും വന്ന് മാപ്പ് സാക്ഷി ആയിക്കൊള്ളാം. അവൾ കൈകൾ കൂപ്പി അവനോട് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? അവൻ ഭീഷണിയുടെ സ്വരത്തോട് അവളോട് പറഞ്ഞതും അവൾ ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. അവൻ ഒന്നുകൂടി അവളെ ദേഷ്യത്തിൽ നിന്ന് നോക്കിയിട്ട് ബൈക്കും എടുത്ത് അവിടെ നിന്നും പോയി. അവളുടെ ഗർഭത്തിന് ഉത്തരവാദി ഞാനാണെന്ന് എനിക്കും നിനക്കും മാത്രമേ അറിയുള്ളൂ. അത് മൂന്നാമതൊരാൾ അറിഞ്ഞോ എന്ന് ഞാൻ അറിഞ്ഞാൽ നിൻ്റെ പല ഫോട്ടോസും വീഡിയോസും ഞാനങ്ങ് പബ്ലിഷ് ചെയ്യും. അറിയാലോ എന്നെ? റിനോഷിൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയായിരുന്നു അവൾ. അമ്മുവിനോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയ സിദ്ധു രാത്രിയായിട്ട് വീട്ടിലേക്ക് തിരികെ എത്തിയില്ല. അവനെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു അമ്മു. അവൾക്കാണെങ്കിൽ കഴിച്ചിട്ടിറക്കാനും കിടന്നിട്ടുറങ്ങാനും വയ്യാത്തൊരവസ്ഥയായിരുന്നു. ആദ്യം വാശി കാരണം അവനെ വിളിക്കാൻ അവൾ കൂട്ടാക്കിയിരുന്നില്ല. എങ്കിലും സമയം കടന്നു പോകും തോറും അവൾക്കുള്ളിൽ ഭയം ഉരുണ്ടുകൂടി. അവളുടെ മനസ്സിൽ കൂടി പല ചിന്തകളും കടന്നു വന്നു. അവസാനം അവനെ വിളിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. അവൾ അവനെ ഒരുപാട് തവണ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതും കൂടി കേട്ടതും അവൾക്ക് വല്ലാത്ത പേടി തോന്നി. അവൾ അശ്വിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അശ്വിൻ വിളിച്ചപ്പോഴും അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. അവന് പേടി തോന്നി. എങ്കിലും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അവൻ അമ്മുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. 12 മണി കഴിഞ്ഞതും വീടിന് മുൻപിൽ അവൻ്റെ കാർ വന്നു നിന്നു. അത് കേട്ടതും അവൾ താഴേക്ക് ഇറങ്ങാൻ പോയി. പിന്നെ എന്തോ ആലോചിച്ചതുപോലെ അവൾ നിന്നു.
പിന്നെ താഴേക്ക് പോകാതെ അവൾ സ്റ്റെപ്പിൽ തന്നെ നിന്നു. അവൻ വന്ന് കോളിംഗ് ബെൽ അടിച്ചതും അടുക്കളയിൽ നിന്നൊരു ജോലിക്കാരി വന്ന് വാതിൽ തുറന്നു കൊടുത്തു. അവർ വാതിൽ തുറന്നതും അവൻ മുന്നിലേക്ക് വേച്ച് വീഴാൻ പോയതും ഒന്നിച്ചായിരുന്നു. അത് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ വീഴാൻ പോയതും ആ ജോലിക്കാരി അവനെ പിടിച്ചു നിർത്തി. വേണ്ട, എന്നെ തൊടണ്ട, എനിക്ക് ആരും വേണ്ട, വിട്. അവൻ അവരുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു. സർ. അവർ വിളിച്ചതും അവൻ കൈകൾ ഉയർത്തി അവരെ തടഞ്ഞു. എൻ്റെ പെണ്ണിനില്ലാത്ത കരുതലൊന്നും ചേച്ചിക്ക് വേണ്ട, അവൻ വേച്ച് മുന്നിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. പിന്നെ സ്റ്റെപ്പുകൾ ഓരോന്നും ആടി ആടി കയറാൻ തുടങ്ങി. അവർ മുകളിലേക്ക് നോക്കിയതും അമ്മ അവിടെ നിൽക്കുന്നത് കണ്ടു. അത് കണ്ടതും അവർ കതകടച്ചിട്ട് തിരികെ അടുക്കളയിലേക്ക് തന്നെ പോയി. അവൻ ഓരോ സ്റ്റെപ്പും പിടിച്ചു കയറി. ഇടയ്ക്ക് വീഴാൻ പോകുന്നുണ്ടെങ്കിലും ബാലൻസ് ചെയ്തു നിന്നു. ആ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി പോയെന്ന് അവൻ പുച്ഛം കലർത്തി അവളെ നോക്കി പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയായിരുന്നു. കുളിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ അവളുടെ മുഖത്തൊക്കെ വെള്ളത്തുള്ളികൾ ഉണ്ടായിരുന്നു. മുടി ഈറനായി കിടന്നു. അവൻ അവളെ തന്നെ നോക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് തൻ്റെ കണ്ണുകൾ മാറ്റി. പിന്നെ അവിടെ നിന്നും പോകാൻ തുടങ്ങി. മാഡം ഒന്ന് നിന്നേ. അവൾ പോകാൻ പോകുന്നത് കണ്ടതും അവൻ പുറകിൽ നിന്നും വിളിച്ചു. അവൾ അവിടെ നിന്നിട്ട് തിരിഞ്ഞവനെ നോക്കി. പോകുവാണെങ്കിൽ നിന്റെ അഭിയേട്ടനെ ഒറ്റയടിക്ക് കൊന്നിട്ട് പോണം കേട്ടോ. ജീവനോട് ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യരുത്. അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അഭിയേട്ടൻ എന്നെ കൊന്നിട്ടല്ലല്ലോ ഇവിടുന്ന് പോയത് അല്ലേ? അഭിയേട്ടൻ പറഞ്ഞതുപോലെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? അഭിയേട്ടൻ്റെ പെണ്ണല്ലേ ഞാൻ? അല്ലേ? അഭിയേട്ടൻ്റെ ഭാര്യയല്ലേ ഞാൻ? അതോ എവിടുന്ന് വലിഞ്ഞു കയറി വന്നവളാണോ ഞാൻ? പറയ്, ആണോ? അഭിയേട്ടൻ്റെ കൂടെ കിടന്നത്, അഭിയേട്ടൻ എന്നെ കിസ് ചെയ്തത്, അഭിയേട്ടൻ ചെയ്യുന്ന ഓരോന്നിനും കല്യാണത്തിന് മുമ്പ് ഞാൻ ഒന്നും പറയാൻ നിന്ന് തന്നതൊക്കെ ഞാൻ വേശ്യയായതുകൊണ്ടാണോ? പറയ്, കഴപ്പ് മൂത്താണോ ഞാൻ? ഇങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ എനിക്ക് ഉത്തരം താ. അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്മു. അവൻ ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് അവളെ ഒന്ന് നോക്കി. ഇതിലും ഭേദം കുറച്ച് വിഷം വാങ്ങിച്ച് കൊല്ലുന്നത് അഭിയേട്ടാ, അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. അത് കേട്ടതും അവൻ ദേഷ്യത്തോടെ അവളെ പുറകിലേക്ക് തള്ളി. പിന്നെ വേച്ച് വേച്ച് അവൻ റൂമിലേക്ക് കയറിപ്പോയതും അവൻ ബലമായിട്ട് പിടിച്ച കയ്യിൽ ഒഴിഞ്ഞുകൊണ്ട് അവളും നിന്നു. അവൾ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് അശ്വിൻ വിളിച്ചത്. അവൾ കണ്ണുകളൊന്ന് തുടച്ചിട്ട് ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു. മോളെ, അളിയൻ വന്നോ? അവൻ സംശയത്തോട് ചോദിച്ചു. വന്നു ചേട്ടായി. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്തിനാ മോള് കരയുന്നത്? അവളുടെ ശബ്ദം കേട്ട് അവൻ വീണ്ടും ചോദിച്ചു. ഞാൻ കരഞ്ഞില്ല ചേട്ടായി, പ്രശ്നമൊന്നുമില്ല. അവൾ അവനോട് മറുപടി പറഞ്ഞു. മോൾ എന്തിനാ ചേട്ടായിയോട് കള്ളം പറയുന്നത്? കാര്യം പറയ്, എന്തു പറ്റി? അളിയനായിട്ട് വീണ്ടും വഴക്കായോ? അവൻ വീണ്ടും ചോദിച്ചു. അവിയേട്ടൻ കുടിച്ചിട്ടാ ചേട്ടായി വന്നത്. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നല്ലതുപോലെ കുടിച്ചോ? അവൻ വീണ്ടും ചോദിച്ചു. അതിനവളൊന്ന് മൂളി. ഞാൻ അളിയനെ വിളിച്ച് സംസാരിക്കണോ മോളെ? അവളുടെ വിഷമം കണ്ട് അവൻ വീണ്ടും ചോദിച്ചു. വേണ്ട, ഇപ്പം വിളിച്ചാലേ എടുക്കില്ല, കിടന്നെന്ന് തോന്നുന്നു. മോള് വിഷമിക്കാതിരിക്കുക. അത് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ചെയ്തതായിരിക്കും. നാളെ ആകുമ്പോൾ ശരിയാവും. മോളതൊന്നും ഓർക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അവൻ പറഞ്ഞതും അവളൊന്ന് മൂളിക്കൊണ്ട് ഫോൺ വെച്ചു. പിന്നെ മുറിയിലേക്ക് നടന്നു. അവൾ ചെന്നപ്പോഴേക്കും അവൻ വന്ന ഡ്രസ്സോട് കൂടി തന്നെ കിടന്നിരുന്നു. പാതി തുറന്ന് രണ്ട് കാലും രണ്ട് ദിക്കിലേക്ക് വെച്ചായിരുന്നു അവൻ്റെ കിടപ്പ്. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു നിന്നു. അവൻ്റെ കോലം കണ്ടവൾക്ക് സങ്കടം വന്നു. അവൾ കണ്ണുകൾ തുടച്ചിട്ട് അവളുടെ തലയിണ എടുത്ത് താഴേക്കിട്ടു. പിന്നെ താഴേക്ക് കിടന്നു. അവൾക്ക് എങ്ങനെയൊക്കെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു. ഓരോന്ന് ഓർക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോന്ന് ആലോചിച്ച് കിടന്ന് അവൾ എപ്പോഴും ഉറങ്ങിപ്പോയി. അശ്വിനെ കണ്ടിട്ട് വന്ന ഷെറിന് അന്നത്തെ ദിവസം ഉറക്കമില്ലായിരുന്നു. അവൻ്റെ ഓരോ ചോദ്യങ്ങൾ അവളുടെ കാതിൽ കേട്ടുകൊണ്ടേയിരുന്നു. റിനോഷിൻ്റെ ഭീഷണിയും അവളെ വേട്ടയാടി. താൻ തെറ്റിന് മുകളിൽ തെറ്റുകൾ ചെയ്തിരിക്കുന്നു. എൻ്റെ പല വീഡിയോസും ഫോട്ടോസും, ഞാനും അവനും തമ്മിലുള്ള പല വീഡിയോസും അവൻ്റെ കൈകളിലുണ്ട്. താൻ കൂടെ നിന്ന് അവനെ ചതിച്ചെന്ന് എപ്പോഴെങ്കിലും അവൻ അറിഞ്ഞാൽ എൻ്റെ വീഡിയോസൊക്കെ അവൻ പരസ്യമാക്കും. അതിനൊരു മടിയില്ലാത്തവനാണവൻ. എപ്പോഴോ അവനെന്ന ആണിൽ താൻ ലയിച്ചു പോയി. എല്ലാത്തിനും കൂട്ടുനിന്നു. അവന് ആവശ്യമുള്ളപ്പോഴെല്ലാം അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. പലപ്പോഴും അവൻ്റെ കൂടെ കിടപ്പറ പങ്കിട്ടു. നിത അവനെ ഏറ്റവും കൂടുതൽ പ്രണയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പെൺകുട്ടി. ഒരു പാവം പെണ്ണ്. അവൻ്റെ ഇങ്ങനത്തെ ഒരു സ്വഭാവത്തെപ്പറ്റി അവൾക്കറിയില്ല. അവൻ്റെ കൂട്ടുകാരി എന്ന നിലയ്ക്ക് അവൻ എന്നെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഞാനും നിതയും തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. അവൾ ഫ്ലാറ്റിൽ ഇല്ലാത്ത സമയം നോക്കിയാണ് അവൻ എന്നെ വിളിക്കുന്നത്. അവൻ്റെ ഈ സ്വഭാവമെല്ലാം അവൾ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും അവൾ പ്രതികരിക്കാൻ പോകുന്നത്? അവൾ എങ്ങനെ പ്രതികരിച്ചാലും അതവനെ ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം അവളെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് അവനും ശ്രമിക്കുന്നത്. പൊട്ടിക്കാളി, മണ്ടി എന്നൊക്കെയാണ് അവളെപ്പറ്റി അവൻ എന്നോട് പറയുന്നത്. അവളോട് ഒരു ആത്മാർത്ഥതയും അവനില്ല. അവൾക്കും അറിയാം അവൾ സ്നേഹിക്കുന്നത് പോലെയൊന്നും അവൻ തിരികെ അവളെ സ്നേഹിക്കുന്നില്ലെന്ന്. പക്ഷെ എന്നാലും ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ അവനെ പ്രണയിക്കുകയാണ് അവൾ. പലതവണ കൂടെ നിന്ന് ചതിച്ചതിന് ദൈവം തന്ന ശിക്ഷയാണിത്. 2 വർഷങ്ങൾക്കിപ്പോൾ ഒരിക്കലും സിദ്ധിയുടെ കാര്യങ്ങൾ തൻ്റെ നേർക്ക് വരുമെന്ന് കരുതിയിരുന്നില്ല. താൻ അശ്വിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, പ്രണയിച്ചിരുന്നു. പക്ഷെ തനിക്ക് അവനോട് തോന്നിയ ഒരു ഇഷ്ടം ഒരിക്കൽ പോലും അവൻ്റെ കണ്ണുകളിൽ തനിക്ക് വേണ്ടി കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. അവനും സിദ്ധിയും ഒരിക്കലും ഇഷ്ടപ്പെടരുതെന്ന് എനിക്ക് വാശിയായിരുന്നു.
അതിൻ്റെ പ്രതിഫലനത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. അവൾ ഓരോന്നും ഓർത്തുകൊണ്ടിരുന്നു.